കശുവണ്ടി അഴിമതി കേസിൽ ഇതാ INTUC നേതാവ് ആർ ചന്ദ്രശേഖരന് കുരുക്കുമുറുകുന്നു. ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള സർക്കാർ അനുമതി ഉത്തരവ് ഇന്ന് കോടതിക്ക് കൈമാറും. കേസിലെ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പ്രതികളായ INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനെയും മുൻ MD കെ രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ഉത്തരവ് സർക്കാർ ഇന്നലെ രാത്രിയാണ് പുറപ്പെടുവിച്ചത്. കൊല്ലത്തെ INTUC നേതാവ് കടകംപള്ളി മനോജ് നൽകിയ കോടതിയലക്ഷ്യ ഹർജിയെ തുടർന്നാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിയത്. TV പ്രസാദ് നൽകും വിശദാംശങ്ങൾ. പ്രസാദ്, ഗുഡ് മോർണിംഗ്. LDF സർക്കാർ 3 തവണ അനുമതി നിഷേധിച്ചാണ് ഗുരുതര ആരോപണങ്ങൾ ഉയർന്നു നമ്മൾ കണ്ടു. കോടതി അടക്കം കടുപ്പിച്ച കേസാണ്. അതിലിപ്പോൾ ഇതാ VD സതീശൻ സർക്കാർ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകിയിരിക്കുന്നു. ആർ ചന്ദ്രശേഖരന് കുരുക്ക് മുറുകുകയാണല്ലേ? കീർത്തന ഷിഹാസ്, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ ഏറെ നാളത്തെ അഭ്യൂഹങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ ശേഷമാണ് നിർണായക തീരുമാനത്തിലേക്ക് UDF സർക്കാർ എത്തുന്നത് എന്നുള്ളതാണ്. INTUCയുടെ ദീർഘനാളത്തെ സംസ്ഥാന അധ്യക്ഷനാണ് ആർ ചന്ദ്രശേഖരൻ. ഒരു കോൺഗ്രസ്സുകാരനായിട്ടും ചന്ദ്രശേഖരന് വാനോളം പിന്തുണ കൊടുത്തത് കഴിഞ്ഞ പിണറായി സർക്കാരുകളായിരുന്നു. 2020 ഏപ്രിൽ മാസം 30-നാണ് CBIയുടെ പ്രോസിക്യൂഷൻ അനുമതിക്കുള്ള അപേക്ഷ സർക്കാരിലെത്തുന്നത്. പക്ഷേ സർക്കാർ ആ അപേക്ഷ തള്ളിക്കളയുകയായിരുന്നു. അന്ന് INTUC സംസ്ഥാന അധ്യക്ഷനായ ആർ ചന്ദ്രശേഖരനെയും കശുവണ്ടി കോർപ്പറേഷന്റെ MD കെ രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യേണ്ട എന്ന നിലപാടെടുത്തത് അന്ന് LDF സർക്കാരാണ്. പിന്നീടും അതേ നിലപാട് LDF സർക്കാർ ആവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് ആശാസമരം നടക്കുമ്പോഴും അംഗനവാടി പ്രവർത്തകരുടെ സമരം നടക്കുമ്പോഴും അവിടെയെല്ലാം ഒരു മധ്യസ്ഥന്റെ റോളിൽ INTUC സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ടേക്ക് UDF സർക്കാർ വന്നതിന് ശേഷം ഏത് സമയവും ആ പ്രോസിക്യൂഷൻ അനുമതി ഉണ്ടാകും എന്നൊരു സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കഴിഞ്ഞ ആഴ്ച ഒരു വലിയ സ്വീകരണം മുഖ്യമന്ത്രിക്ക് വേണ്ടി സെൻട്രൽ സ്റ്റേഡിയത്തിൽ INTUC ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയത്. മുഖ്യമന്ത്രിക്ക് ആ സ്വീകരണത്തിൽ VD സതീശൻ എത്തും എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ ആ വലിയ സമ്മേളനത്തിലേക്ക് അന്ന് VD സതീശൻ എത്തിയിരുന്നില്ല. ആ സമയത്ത് തന്നെ ഏതാണ്ട് കാര്യങ്ങൾ ഉറപ്പിച്ചതായിരുന്നു ആർ ചന്ദ്രശേഖരന് കുരുക്ക് മുറുകും എന്നുള്ളത്. ഒടുവിൽ ഇന്ന് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നതിന്റെ തൊട്ട് തലേന്ന് ഇന്നലെ രാത്രി ഇത് സംബന്ധിച്ചുള്ള ഫയലിൽ മുഖ്യമന്ത്രി VD സതീശൻ തീരുമാനമെടുക്കുകയാണ് ചെയ്തത്. രാത്രി തന്നെ ആ മന്ത്രി ഷിബു ബേബി ജോണും ഫയൽ കണ്ട് അനുമതി നൽകി. കശുവണ്ടി വകുപ്പിന്റെ സെക്രട്ടറി കൂടിയായ കെ ബിജു ഇന്ന് അത് സംബന്ധിച്ചുള്ള അനുമതി ഹൈക്കോടതിക്ക് കൈമാറുന്നതോടെ പ്രോസിക്യൂഷൻ അനുമതിക്കുള്ള നടപടി പൂർത്തിയാവുകയാണ്. ഇനി CBIക്ക് മറ്റു നടപടികളുമായി മുന്നോട്ട് പോകാം. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ അഴിമതികളിലൊന്നാണ് കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് 500 കോടിയിലധികം രൂപ വരുന്ന അഴിമതി. ആ ഒരു പൊതുപ്രവർത്തകൻ മനോജ് നൽകിയ അപേക്ഷയിലാണ് അല്ലെങ്കിൽ ഹർജിയിലാണ് നടപടികളിലേക്ക് കടന്നത്. നമുക്കറിയാവുന്നതുപോലെ പ്രമാദമായ ഒരു കേസ്. കോൺഗ്രസ് നേതാവായിട്ടും LDF സർക്കാരിൽ നിന്ന് ആനുകൂല്യം കിട്ടിയ ചന്ദ്രശേഖരന്റെ കേസ് അങ്ങനെ വലിയ വിവാദങ്ങൾ നിറഞ്ഞു. ഒടുവിൽ കോൺഗ്രസ്സുകാരനായ INTUCക്കാരനായ ആർ ചന്ദ്രശേഖരനെതിരെ പ്രോസിക്യൂഷൻ നടപടിക്ക് ഉത്തരവിട്ടിരിക്കുന്നത് UDF സർക്കാർ അധികാരത്തിൽ വന്ന് 2 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ്. ഷിഹാസ്, കീർത്തന. നടപടിക്രമങ്ങളിലെ പ്രശ്നങ്ങൾ മാത്രമാണ് CBI കണ്ടെത്തിയതെന്നും അതിനാലാണ് പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകാത്തതെന്നുമായിരുന്നു LDF സർക്കാരിന്റെ വിശദീകരണം. ഇപ്പോഴിതാ അതിന് അനുമതി നൽകിയിരിക്കുകയാണ് VD സതീശൻ സർക്കാർ. എന്തായാലും ഹൈക്കോടതി അടക്കം രൂക്ഷ വിമർശനം ഉന്നയിച്ച ഒരു കേസാണ്. അതിലാണ് ഇപ്പോൾ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയിരിക്കുന്നത്. TV പ്രസാദ്.